ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിൽ ഉള്ളൊരു മനുഷ്യൻ മഹാനായ പൗലോസ് ഭാഗം 218. അദ്രമുത്യ കപ്പൽ കരയോട് ചേർന്ന് പടിഞ്ഞാറോട്ടുള്ള കടലൊഴുക്ക് ഉപയോഗപ്പെടുത്തി അറ്റാലിയ ഉൾക്കടലിലൂടെ കുറുകെ കടന്ന് ലുക്കയിലെ മുറ പട്ടണത്തിൽ എത്തിച്ചേർന്നു. അവിടെ അവർ ഇറ്റലിക്ക് പോകുന്ന ഒരു അലക്സാണ്ട്രിയൻ കപ്പൽ കണ്ടു. അത് ഈജിപ്തിൽ നിന്ന് ധാന്യം കയറ്റി ഇറ്റലിക്ക് പോവുകയായിരുന്നു. ഈജിപ്തിൽ നിന്ന് ഇറ്റലിക്ക് പോകുന്ന കപ്പലുകൾ പ്രതികൂല കാറ്റിൽ ഈ അദ്രമുത്യ കപ്പൽ വന്ന വഴിയിൽ കൂടി തന്നെയാണ് പോകാറുള്ളത്. അങ്ങനെ മുറ എന്ന തുറമുഖത്ത് കിടന്ന ഒരു കപ്പലാണ് ഇവർക്ക് ലഭിച്ചത്. പൗലോസും ലൂക്കോസും അതുപോലെ തന്നെ അരിസ്തർഹോസും മറ്റൊന്ന് യൂലിയസ് ശതാധിപൻ്റെ കീഴിലുള്ള പട്ടാളക്കാർ, കൂടാതെ തടവുകാർ. പൗലോസോടൊപ്പം പോകുന്ന ഈ തടവുകാർ മിക്കവാറും മരണത്തിന് വിധിക്കപ്പെട്ടവരാണ്. റോമിലെ കളിയരങ്ങുകളിൽ കൊല്ലപ്പെടുവാൻ ആളുകളെ അന്ന് വേണമായിരുന്നു. അതിനുവേണ്ടി മരണശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കുറ്റവാളികളെ അയക്കുവാൻ റോം പ്രവിശ്യകളിലെ ഭരണാധികാരികളെ നിർബന്ധിക്കാറുണ്ടായിരുന്നു. ഇങ്ങനെ ഈ തടവുകാർ അതിനുവേണ്ടി അയക്കപ്പെട്ടവരായിരുന്നു. ഇങ്ങനെ ഇവരെ എല്ലാവരെയും ഈ അലക്സാണ്ട്രിയൻ കപ്പലിൽ യൂലിയസ് കയറ്റുകയുണ്ടായി. റോമിന് ധാന്യം നൽകി വന്നിരുന്നത് ഈജിപ്തിൽ നിന്നായിരുന്നു. അലക്സാണ്ട്രിയ പുത്യാലി മാർഗത്തിൽ നിരവധി കച്ചവട കപ്പലുകൾ അന്ന് ഓടുന്നുണ്ടായിരുന്നു. അതിലൊന്നാണ് ഇവിടെ യൂലിയസ് ഉപയോഗിക്കപ്പെട്ടത്. ഇന്നത്തെ പോലെ, അതായത് ആധുനിക കപ്പലുകളെപ്പോലെ യന്ത്ര സഹായത്താലല്ല, കാറ്റിൻ്റെ സഹായത്താലാണ് പുരാതന കപ്പലുകൾ ഓടിയിരുന്നത്. അതുകൊണ്ട് കപ്പൽ യാത്രയിൽ അനിശ്ചിതത്വങ്ങൾ ഏറെയായിരുന്നു. ദിക്ക് അറിയാനുള്ള വടക്ക് നോക്കി യന്ത്രമോ അക്ഷാംശ രേഖാംശങ്ങൾ കണ്ടുപിടിച്ച് സ്ഥലനിർണയം ചെയ്യാനുള്ള ദൂരകോണ മാപകമോ കൃത്യമായ സമയനിർണയത്തിനുള്ള സമയവ്യാപിനിയോ അന്നത്തെ കപ്പലുകളിൽ ഇല്ലായിരുന്നത് കൊണ്ട് തന്നെ ആകാശഗോളങ്ങളുടെ നില മനസ്സിലാക്കിയും അതിലെ പ്രകൃതിയാലുള്ള ദിശാനിർണയം നടത്തിയുമാണ് കപ്പിത്താന്മാർ അന്ന് കപ്പൽ ഓടിച്ചിരുന്നത്. തടിച്ച വലിയ പലകകൾ വെള്ളം കടക്കാത്ത തരത്തിൽ ചേർത്ത് ഉണ്ടാക്കിയതാണ് കപ്പലിൻ്റെ ചട്ടക്കൂട് അഥവാ ഹൾ എന്ന് പറയുന്നത്. അതിൻ്റെ മധ്യത്തിൽ പ്രധാന പായ്മരം വെച്ച് പിടിപ്പിച്ചിരിക്കും. അതിൽ പായ് കെട്ടി ഇരുവശങ്ങളിലേക്കും വലിച്ചു കെട്ടുമ്പോൾ കാറ്റ് പിടിച്ച് കാറ്റിൻ്റെ ദിശയിലേക്ക് കപ്പൽ നീക്കുന്നു. അണിയത്ത് മറ്റൊരു പായ്മരവും ഉണ്ടായിരിക്കും. കപ്പൽ നിയന്ത്രിക്കുന്നത് ചുക്കാൻ കൊണ്ടാണ്. എന്നാൽ പൗലോസിൻ്റെ കാലത്തെ കപ്പലുകൾക്ക് അമരത്തുള്ള ഒരു ചുക്കാനല്ല, ഇരുവശങ്ങളിലായി ഘടിപ്പിച്ചിട്ടുള്ള ഇരുതുഴ ചുക്കാൻ അവയായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് അമരത്തോടടുത്ത് ഇരുവശങ്ങളിലായി ഓരോ തുഴ വെച്ച് കെട്ടിയിരുന്നു എന്ന്. പൗലോസ് യാത്ര ചെയ്ത ഈ അലക്സാണ്ട്രിയൻ കപ്പലിൽ ജോലിക്കാരുൾപ്പെടെ 276 യാത്രക്കാർ ഉണ്ടായിരുന്നു. ചരക്കിന് പുറമെ ഇത്രയും യാത്രക്കാരെ കയറ്റിയ ഈ കപ്പലിന് ഏകദേശം 300 ടൺ ഭാരമെങ്കിലും ഉണ്ടായിരുന്നിരിക്കണം. മെലീത്തയിൽ നിന്നും പൗലോസ് പിന്നീട് യാത്ര ചെയ്ത അശ്വനി ചിഹ്നമുള്ള കപ്പലിനെ കുറിച്ച് നാം കാണുന്നുണ്ട്. അതിലുണ്ടായിരുന്ന ചരക്ക് യാത്രക്കാർക്കും പുറമെ അലക്സാണ്ട്രിയൻ കപ്പലിൽ 276 പേരെ കൂടി ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞു എന്ന് തന്നെ വരുമ്പോൾ അന്നത്തെ കപ്പലുകൾ നല്ല വലിപ്പമുള്ളവയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പിന്നീട് കഴിയുന്നുണ്ട്. പൗലോസിൻ്റെ ഈ കപ്പൽ യാത്രയ്ക്ക് ശേഷം ജോസിഫസ് എന്ന ചരിത്രകാരൻ ഈ റോമിലേക്ക് ഒരു യാത്ര പോവുകയുണ്ടായി. അത് ഈ മാർഗത്തിൽ തന്നെയായിരുന്നു. ആ കപ്പലിൽ അന്ന് 600 പേരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ആ കപ്പൽ മുങ്ങുകയും ജോസിഫസ് ഉൾപ്പെടെ 80 പേര് മാത്രം രക്ഷപ്പെടുകയും ചെയ്ത ഒരു ചരിത്രമുണ്ട്. ഇവിടെ അലക്സാണ്ട്രിയൻ കപ്പൽ ചരക്ക് കൊണ്ടും യാത്രക്കാരെ കൊണ്ടും ഏതാണ്ട് കുത്തി നിറയ്ക്കപ്പെട്ടിരുന്നു. കപ്പൽ ഈ മുറ എന്ന തുറമുഖം വിടുമ്പോൾ മഞ്ഞുകാലം ആരംഭിക്കുവാൻ ഇനിയും ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശൈത്യം രൂക്ഷമാകുന്ന മുമ്പേ ഒരു ഇറ്റാലിയൻ തുറമുഖത്ത് എത്തിച്ചേരാം എന്നുള്ള വിശ്വാസമാണ് ഇതിൽ കപ്പിത്താൻ ഉണ്ടായിരുന്നത്. അങ്ങനെ കപ്പൽ മുറ എന്ന തുറമുഖം വിട്ട് ശുഭ തുറമുഖത്തേക്ക് യാത്ര നീങ്ങി. റോദോസ് ദ്വീപ് കടന്ന് ഈജിയൻ ദ്വീപസമൂഹം താണ്ടി ഗ്രീസിലെ തെക്കേ അറ്റത്തെ മറ്റപ്പാൻ മുനമ്പിന് തെക്കുകൂടി മെസ്സിന കടലിടുക്കിലൂടെ യാത്ര തുടരുന്നു.